ആദ്യത്തെ ചോദ്യം, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ ഇംഗ്ലീഷ് കവിതാ സമാഹാരമായ ഓ മിസോറാം കൊങ്കിണി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ ഇംഗ്ലീഷ് കവിതാ സമാഹാരമായ ഓ മിസോറാം കൊങ്കണി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് RS ഭാസ്കർ ആണ്. RS ഭാസ്കർ. ഹേ മിസോറാം എന്നാണ് കൊങ്കണി ഭാഷയിലുള്ള പുസ്തകത്തിൻ്റെ പേര്. അത് കൊങ്കണി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് RS ഭാസ്കർ ആണ്. അടുത്ത ചോദ്യം, ത്രിപുരയിലെ പെൺകുട്ടികൾക്കായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നദ്ദ പ്രഖ്യാപിച്ച 2 പുതിയ പദ്ധതികൾ ഏതൊക്കെയാണ്? ത്രിപുരയിലെ പെൺകുട്ടികൾക്കായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നദ്ദ പ്രഖ്യാപിച്ച 2 പുതിയ പദ്ധതികളാണ് മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജനയും മുഖ്യമന്ത്രി കന്യാ ആത്മനിർഭർ യോജനയും. മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യാ ആത്മനിർഭർ യോജന. അടുത്ത ചോദ്യം, 2025 IPL സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റനായി ആരെയാണ് നിയമിച്ചത്? 2025 IPL സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റനായി നിയമിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ അക്സർ പട്ടേലിനെയാണ്. അക്സർ പട്ടേലിനെയാണ്. അടുത്ത ചോദ്യം, ദുബായിൽ ഏറ്റവും കൂടുതൽ FDI സ്രോതസ്സായി ഉയർന്നു വന്ന രാജ്യം ഏതാണ്? ദുബായിൽ ഏറ്റവും കൂടുതൽ FDI സ്രോതസ്സായി ഉയർന്നു വന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. അടുത്ത ചോദ്യം, 2025 സ്കോച്ച് അവാർഡുകളിൽ ഇരട്ട സ്വർണം നേടിയത് ആരാണ്? ഏത് ഗ്രൂപ്പാണ്? 2025 സ്കോച്ച് അവാർഡുകളിൽ ഇരട്ട സ്വർണം നേടിയത് മുത്തൂറ്റ് മൈക്രോഫിൻ ആണ്. മുത്തൂറ്റ് മൈക്രോഫിൻ. അടുത്ത ചോദ്യം, 2025 ഫൈനൽ ഉൾപ്പെടെ എത്ര വനിതാ പ്രീമിയർ ലീഗ് കിരീടങ്ങൾ മുംബൈ ഇന്ത്യൻസ് നേടിയിട്ടുണ്ട്? 2025 ഫൈനൽ ഉൾപ്പെടെ എത്ര വനിതാ പ്രീമിയർ ലീഗ് കിരീടങ്ങൾ മുംബൈ ഇന്ത്യൻസ് നേടിയെന്ന് വെച്ചാൽ 2 എണ്ണമാണ്. 2 എണ്ണം. അടുത്ത ചോദ്യം, ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് അരുൺ മാമനാണ്. ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സിൻ്റെ ചെയർമാൻ അരുൺ മാമൻ. അടുത്ത ചോദ്യം, 2025 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2025 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ പ്രമേയം സുസ്ഥിര ജീവിതശൈലിയിലേക്കുള്ള ഒരു മാറ്റം. സുസ്ഥിര ജീവിതശൈലിയിലേക്കുള്ള ഒരു മാറ്റം എന്നുള്ളതാണ് 2025 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ പ്രമേയം.